കഴിഞ്ഞ ആഴ്ച എന്ത് വിവരക്കേടും തൻ്റെ അവകാശമാണെന്ന് വിശ്വസിക്കുന്ന അഖിൽ മാരാരെ ജനകീയ കോടതിയിൽ കൊണ്ടിരുത്തി തൊലി ഉരിച്ചു എന്ന് മാത്രമല്ല, ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്റെ തൊലി ഉരിച്ചു കളഞ്ഞല്ലേ. കാന്താരി മുളക് അരച്ചു പുരട്ടുന്ന കാഴ്ച കാണാൻ എനിക്ക് കഷ്ടം തോന്നി. കണ്ടപ്പോൾ നാണവും തോന്നി. ഇപ്പം മനസ്സിലായില്ലേ എനിക്ക് അല്പം തൊലിക്കട്ടി കൂടുതലാണെന്ന്, നാണവും മാനവും ഇത്തിരി കുറവാണെന്ന്. നാണത്തിന്റെ ഒരംശം ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. നിന്റെ ഈ തൊലിഞ്ഞ പ്രോഗ്രാമിൽ ഇരിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞ് ഈ മാരാരെ എണീറ്റ് പോകണമായിരുന്നു. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. വിവരം കെട്ട വർത്തമാനം പറഞ്ഞ് എന്തെല്ലാമോ വിളിച്ചു കൂകി കോട്ടാത്തല വിഡ്ഢിത്തരം പറയാതിരിക്കാ. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിഡ്ഢിയാണേ. മാരാര് അവിടെ തന്നെ ഇരുന്നു. ഉളുപ്പുണ്ടടാ ചക്കണക്ക്, എന്നാ പോവാൻ നോക്കടാ. അങ്ങനെ ഇരുന്നു കൊടുക്കുന്ന കാഴ്ച തീർച്ചയായിട്ടും സമ്മതിക്കണം. ബേസിക്കലി മൊത്തത്തില് എല്ലാ കാര്യത്തിലും അല്പം നാണക്കുറവുള്ള പാർട്ടിയാണ് ഞാൻ. ഇന്ത്യ മഹാരാജ്യത്തെ അച്ചടിച്ച നോട്ടൊക്കെ കട്ടുതിന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും. കണ്ണിൽ കണ്ട സത്യം ടാർസൂസ് എവിടെയും പറയും. അപ്പോൾ ഇതിൽ രസം എന്താണെന്ന് ചോദിച്ചാൽ, സതീഷ് മേനന്റെ മച്ചമ്പിയായി വെടല ചിരി ചിരിച്ച് അളിയാന്നും വിളിച്ചിരിക്കുന്ന ഫോട്ടോ എടുത്ത മുതലാണ് ഈ പറയുന്നത്. ഏത് തൂക്കിയല്ലോ നാദാ. ഈ നിയമസഭാ ഇലക്ഷനിൽ സീറ്റ് കൊടുക്കാത്തതിന്റെ തലേ ദിവസം വരെ കോൺഗ്രസ്സുകാരനായിരുന്നവരാണ് ഈ കോട്ടാത്തല. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. മാരാരി അവനാണ് ഇങ്ങനെ പറയുന്നത്. ഒരു സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ ഇന്ത്യ എന്നാൽ കോൺഗ്രസ് എന്ന് പറഞ്ഞേനെ. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. നിലപാടിന്റെ തേങ്ങാക്കൊലയാണ് ഈ അഖിൽ മാരാർ എന്നാണ് പലരും പറയാറ്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ, അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. ഒരു പുല്ലും അല്ല എന്നുള്ളതാണെന്നേ, വയറ്റിപ്പഴപ്പ്, അതിനപ്പുറം ഒന്നുമില്ല. അതിനുവേണ്ടി എന്ത് വിഡ്ഢിവേഷവും കിട്ടും.